10 മക്കളുള്ള ഞങ്ങളുടെ വീട്ടിൽ 5 പേര് പോയി. ഞങ്ങളുടെ അച്ഛനോട് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഈശോയോട് ചോദിക്കട്ടെ എന്നോടൊന്നും പറയാറ്. അങ്ങനെ എന്നെ സ്പിരിച്വൽ ഡോക്ടറായിട്ട് അച്ഛൻ എടുത്തു. അന്ന് മുതൽ ഈ സെപ്റ്റംബർ 10 വരെ അച്ഛനായിട്ട് ബന്ധമായിരുന്നു. ഫോൺ ചെയ്യും, കാണാൻ വരും. ഞാനിവിടെ 4 പ്രാവശ്യം വന്നിട്ട് അച്ഛനുണ്ടായിരുന്ന പള്ളികളിലുമൊക്കെ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളെ പോയിട്ടുണ്ട്. ഇത് വീട്ടിലെ 10ാമത്തെ മകളാണ്. അവൾ 36 വയസ്സ് വരെ വിവാഹം കഴിയാതെ നിൽക്കായിരുന്നു. അച്ഛൻ ഇടയ്ക്ക് വന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഈശോ 4 എന്നുള്ള ഒരു നമ്പർ കാണിക്കണം, എനിക്ക് മനസ്സിലാവുന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞു. പിന്നെ ഒരു 5-6 മാസം കഴിയുമ്പോൾ അവൾക്ക് ഇന്ത്യയിൽ നിന്ന് അവളുടെ പേര് വന്ന വിവാഹാലോചനയായിരുന്നു. 4 മക്കളുള്ള ഒരു മനുഷ്യൻ, അവൻ്റെ ഭാര്യ മരിച്ചുപോയി, അവൻ 2ാമത് കല്യാണം ആലോചിക്കുന്നു. അത് വന്ന അവസാനം എൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ സഹോദരനോട് സമ്മതിച്ചില്ല. 4 മക്കളെ കയറിച്ചത്. പക്ഷെ അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എന്തായാലും 6 മാസം കഴിഞ്ഞ് ആ മനുഷ്യനാണ് എൻ്റെ അനുജത്തെ വിവാഹം ചെയ്തത്. അങ്ങനെ 4 മക്കള്. പിന്നെ ഇവൾക്ക് ഒരു കൊച്ച്, അവളുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടായി. ആ കല്യാണം കഴിഞ്ഞിട്ട് 26-27 വയസ്സിലെ ഷൈൻ ഒരു മിനിറ്റ് നമ്മൾ 5 മക്കളെ വളർത്താനായിട്ട് കഴിച്ച പാട്. പക്ഷേ അച്ഛൻ പറഞ്ഞത് കൊണ്ടും ദൈവിഷ്ടമാണെന്നുള്ളത് കൊണ്ടും അവിടെ നിന്ന് തൊട്ടേ കാര്യങ്ങൾ അവനെ നടത്തി. ഇവരെല്ലാവരും മക്കളും വിവാഹിതരായി. ഇവരുടെ സ്വന്തം പുത്രൻ വിവാഹിതരായിട്ടില്ല. പക്ഷെ അതൊന്നും ഞാൻ നീട്ടി പറയില്ല. അച്ഛൻ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പാണ് എൻ്റെ സ്വന്തം ആങ്ങളെ മരിച്ചത്. അച്ഛൻ്റെ അതേ വയസ്സ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, ഞാൻ ജോസിൻ്റെ കുർബാനയ്ക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞു. അച്ഛൻ അപ്പം എൻ്റെ ആങ്ങളുടെ മോൻ ഗൾഫിലായ കാരണം അവൻ്റെ ലീവ് അവൻ പറഞ്ഞു. അച്ഛൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ വന്ന് സഹോദരന് വേണ്ടി കുർബാന ചെയ്തിട്ട് നീ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ കുർബാനയുടെ ഡേറ്റും എല്ലാം ഫിക്സ് ചെയ്തു. അപ്പോൾ അതിന് മുമ്പായിരുന്നു എൻ്റെ മേജർ ഓപ്പറേഷൻ, 59 കീമോ, പിന്നെ ഹാർട്ടിൽ 4 ബ്ലോക്ക്. ഈ ബ്ലോക്കിൻ്റെ പെയിൻ വരുന്നതിന് 2 ദിവസം മുമ്പ് അച്ഛൻ തൃശ്ശൂരെത്തി. തൃശ്ശൂരെത്തിയിട്ട് അച്ഛനെനിക്ക് വിളിച്ചു, ഈശോ പറയുന്നു സുദീപനെ കണ്ടിട്ട് പോകാൻ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വണ്ടി തിരിച്ച് കൊണ്ടുവരുമ്പോൾ വീണ്ടും വന്ന് എന്നെ പാർലറിലേക്ക് വിളിച്ചു. എനിക്കൊന്നും തരണ്ട, ഒരു കാര്യം ഈശോ പറഞ്ഞത് മാത്രം ഞാൻ ചെയ്യാമെന്നതെന്ന് പറഞ്ഞ് അച്ഛനെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു, ഈശോ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തോളൂ. അങ്ങനെ തന്നെ മനുഷ്യനെ ഇറങ്ങിപ്പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് രാത്രി ചെസ്റ്റ് പെയിൻ വന്ന് എന്നെ ആംബുലൻസിൽ കൊണ്ട് ജൂബിലി കൃഷ്ണാസ്പത്രിയിൽ കൊണ്ടുപോയി. ചെന്ന ഡോക്ടർ പറഞ്ഞു, 4 ബ്ലോക്കാണ് കാണുന്നത്, പറ്റില്ല സിസ്റ്റർ, ഇത്രയും കീമോ ചെയ്ത കാരണം എനിക്ക് ഹാർട്ട് തുറക്കാൻ പറ്റില്ല, പക്ഷെ വായിക്കാൻ പറ്റുന്നത് ചെയ്തെന്ന് പറഞ്ഞ് 2 ബ്ലോക്ക് മാറ്റി. അതിൻ്റെ ബ്ലെസ്സിംഗ് അല്ല 2 ദിവസം മുമ്പ് തന്നു പോയത്. പിന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ ഞാൻ സെപ്റ്റംബറിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. ആ ദിവസങ്ങളിലായിരുന്നു അച്ഛനോട് പറഞ്ഞത്. ഇവിടെ ഒന്ന് വന്ന അച്ഛനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും എനിക്ക് ഡോക്ടറുടെ അനുവാദം കിട്ടിയില്ല. പക്ഷെ എൻ്റെ വീട്ടിലെ കുടുംബങ്ങളിൽ നിന്ന് മക്കള് ഇവരെല്ലാവരും 27 പേര് ഈ ഹാളിൽ വന്നിരുന്ന അച്ഛൻ്റെ മനുഷ്യർ തൊട്ട് നിന്ന് അവരെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ദിവസം മുഴുവനും ഞാൻ പറഞ്ഞു, ഇതുപോലൊരു പോക്ക് ഞാൻ സമ്മതിക്കില്ല, എന്നെ ഒന്ന് കാണിച്ചു തന്നുപോലില്ല മുഖം എന്ന് പറഞ്ഞ്. പക്ഷെ ഇന്നും എനിക്ക് സന്തോഷം തരാറുള്ള പോലെ ഇന്ന് കുർബാനയിൽ ഈശോ ചെയ്തതുപോലെ ഈശോയുടെ ഇഷ്ടം നിറവേറട്ടെ. വിട്ടുകൊടുക്കും. അങ്ങനെ വിട്ടുകൊടുത്ത് ഈ 42 ദിവസം വരെ ആയപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞു, ആൻറ്റി എന്തുമാത്രം കാര്യം നമ്മുടെ കുടുംബത്തിൽ ചെയ്തു, നമുക്കതൊക്കെ ആൻറ്റി എഴുതുന്നാളെന്ന് അവർക്കൊരു ഇതുണ്ട്. കീമോ കഴിഞ്ഞിട്ടാണ് ഞാൻ 2 മുക്സൈഡിൽ അത് അച്ഛൻ വന്നിട്ടാണ് കീമോന്റെ ഇടയിൽ അത് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്, എഴുതാനുള്ള കഴിവുണ്ട്. അങ്ങനെ 2 കുഞ്ഞിനാച്ഛനായിരുന്നു എനിക്ക് മുഖം തന്നെ. പക്ഷെ ഇതിലും വീണ്ടും അച്ഛൻ്റെ പ്രചോദനം ഈ മക്കൾ ഇതും പറഞ്ഞു. അങ്ങനെ ഈ ദിവസങ്ങളിൽ എൻ്റെ വയ്യായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും എഴുതി. ഞാൻ വിചാരിച്ചത് മരിച്ചിട്ടുള്ള കുറേ രംഗങ്ങളും ആ കിടപ്പും ഈ ഗോളൊക്കെ കാണിച്ച് അങ്ങനെ ഒരു
വിചാരിച്ചു. പക്ഷെ വലിയ ബുക്ക് എഴുതുന്നുള്ള ആരോഗ്യം എനിക്കില്ലാത്തതുകൊണ്ട് എഴുതി വന്നപ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുന്ന ഒറ്റ സീനും വേണ്ട എന്നുള്ള പോലെയാണ് അതിൻ്റെ ഉള്ളടക്കം വന്നത്. അവസാനം ഞാൻ ഇന്നലെയാണ് പ്രസിഡന്റ് സോജനോട് വരുമ്പോൾ ഒരു ഫോട്ടോകളും അച്ഛൻ മരിച്ചു കിടക്കുന്നത് എഴുതുന്നുള്ളത്. അങ്ങനെ അവനത് കിട്ടും. അതെൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി. കാരണം എന്നോട് രണ്ടു പറഞ്ഞോട് നമ്മുടെ മക്കൾ വലുതാകുമ്പോൾ ഇതറിയണം. ഇങ്ങനെ ഒരു കരുത്തോടെ അച്ഛൻ ഉണ്ടായിരുന്നെന്നും ആ അച്ഛൻ വഴി നമുക്കും ദൈവജനത്തിനും കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രയായിരുന്നുവെന്നും ആ അച്ഛനെന്ന പുണ്യാളനാണെന്നും പറഞ്ഞു കേൾക്കുമ്പോൾ ഞങ്ങളുടേതായ സ്വന്തം നമുക്കൊരു ബുക്കിലെ അച്ഛനെ വേണം ആൻറ്റി എഴുതിയത്. ഇതെൻ്റെ മക്കള് പറഞ്ഞു. അച്ഛൻ്റെ കൃപ മൂലം പ്രാർത്ഥന മൂലം ജോലിയിലായി വിവാഹിതരായി അവര് പലരും പറഞ്ഞ് അവരെന്നെ സഹായിച്ചു. ഞാൻ പ്രോത്സാഹനം ചോദിച്ചു. അമ്മ സമ്മതിച്ചു, മകളും സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ അച്ഛനെ വിളിച്ച് സത്യത്തിൽ അച്ഛൻ്റെ പേര് കഴിയുമ്പോൾ അച്ഛനെ വിളിച്ചു. ആശ്രമത്തിൽ വിളിച്ച് പോകണം. അച്ഛൻ നല്ലൊരു വിശേഷം അച്ഛനുണ്ട്. അച്ഛൻ വളരെ സന്തോഷത്തിലേ എന്നെക്കുറിച്ച് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് ഈ ആഴ്ച ഞാൻ അച്ഛനെ പ്രോത്സാഹിച്ചത് പറയുന്നത് എപ്പോഴേലും നമ്മളെ കബറടത്തിലേക്ക് കാണണം, ഈ ബുക്ക് ഒന്നെ അച്ഛൻ്റെ. അപ്പോൾ പ്രോത്സാഹനം പറഞ്ഞു. അച്ഛനും പറഞ്ഞില്ല, അതൊക്കെ ആരും കാണാണ്ട് വന്ന് കൊടുക്കണ്ട. അച്ഛന് 41 സിസ്റ്റർ. എനിക്ക് ചിന്തിക്കാൻ വയ്യായിരുന്നു. ഈ 5 കൊല്ലം ഞാൻ 10 കിലോമീറ്റർ അധികം ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല. അതിൻ്റെ റിയാക്ഷൻസ് ഞാൻ കുറേ വരും. പക്ഷേ അച്ഛൻ പറഞ്ഞു വരും വിളിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ വരുന്നതാണ്. അവർ പോവായിട്ട് ഞങ്ങൾ വരും. അങ്ങനെയാണ് നമ്മുടെ ഞാൻ 8:45 ഇവിടെ വന്ന് ഈ മോളിൻ്റെ കിടക്കുമ്പോൾ 4 പ്രാവശ്യം ഞാനിവിടെ ഇന്ന് ധ്യാനം കൂടിയിട്ടില്ല. അച്ഛനോട് കാണിച്ച 33 കൊല്ലത്തെ ബന്ധം കുർബാന മുഴുവൻ ഞാനിരുന്ന് കരയായിരുന്നു. എനിക്കറിയില്ല. പക്ഷേ സന്തോഷത്തിൽ ഇന്ന് 3 മണിക്ക് ഈശ്വരൻ ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു അച്ഛൻ്റെ 3 മണി എനിക്ക് വയ്യല്ലോ. ഇല്ല, അവിടെ കൊണ്ടു ചെയ്തില്ല. 4 മണി വരെ കൊണ്ടു ചെയ്ത് അച്ഛൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു നോക്കി. ഗോ അച്ഛനാണ് എനിക്ക് അഷ്യൂറൻസ് ഗോ വായിക്കുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് ഞാൻ എത്താണ്. അപ്പോഴത്തേക്കും കുഞ്ഞു ബുക്ക് പ്രോത്സാഹിച്ച് ഇത്രയും വലിയ അവകാശത്തോട് വിളിച്ചിട്ട് നന്ദി പറഞ്ഞ് ആ ബുക്കൊന്ന് റിലീസ് ചെയ്ത് എൻ്റെ അച്ഛനേക്ക് കൊടുക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് നിങ്ങളെല്ലാവരും അച്ഛനെ കുറിച്ച് പറയണം, എഴുതണം. അവരുടെ ഒരു മകളെ കല്യാണം കഴിച്ചതാണ് പുതുക്കാട്ടിൽ നിന്ന് ഓമനൊരു മിനിറ്റ് വന്ന് ലിറ്റിയുടെ ഒരു മോളെ കല്യാണം കഴിച്ചത് ഓമനയുടെ മോനാണ്. ഓമന പുതുക്കാട് കാര്യത്തെയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊട്ട് അച്ഛൻ അസിസ്റ്റന്റ് വികാരിയായിരുന്നപ്പോൾ തൊട്ട് ഓമനയ്ക്ക് അച്ഛന് പരിചയവും കുടുംബമായിട്ട് ബന്ധം. ഓമന എന്നും അച്ഛൻ എന്ത് കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഓമന വരും. അതുകൊണ്ട് അച്ഛൻ കൊടുക്കും. അച്ഛൻ ഇരുന്നിരുന്ന എല്ലാ പള്ളിയിലും ചെന്ന അച്ഛനെ കണ്ടിട്ട് ഓമനയുടെ കരച്ചിലൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ വിചാരിച്ചു കൊണ്ട് ഉണ്ടാകട്ടെ. അപ്പം അച്ഛനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാ അച്ഛന്മാരും ചെത്തിമറ്റത്തെ ധ്യാനത്തിന് കൂടുമ്പോൾ അച്ഛൻ്റെ കൂടെ ഒന്ന് ജോലികളൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുടുംബമായിട്ടുള്ള ബന്ധം ഞങ്ങളോട് ഓർക്കാണ്. ഈ പ്രത്യേക കാര്യത്തിലേക്ക് എന്നെ ഇവിടെ വരെ എത്തിച്ച ദൈവത്തിൻ്റെ നന്ദി അച്ഛനാണ്. സിസ്റ്റർ വർഷങ്ങളുള്ള അഭിമാനത്തിലും സ്നേഹത്തിലും ഈ വേദനയുടെ നിമിഷങ്ങളിലും ഇത്രയും ത്യാഗം സഹിച്ച് വളരെ വേഗത്തിലൊരു ബുക്ക് സിസ്റ്റർ തയ്യാറാക്കി ഇവിടെ പോയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സിസ്റ്ററിനെ അനുമോദിക്കുന്നു. സിസ്റ്ററിൻ്റെ ആരോഗ്യവും ദീർഘായുസ്സും കാരണവനായ ദൈവം നൽകട്ടെ. എൻ്റെ പ്രാർത്ഥന സിസ്റ്റർ എപ്പോഴും തുണയാണ്. എല്ലാവരുടെ പേരിൽ ഈ ബുക്ക് പ്രകാശനം ചെയ്തു. ഇതിനെ കൂട്ടി സിസ്റ്ററിൻ്റെ അരിയത്തേക്ക് ഈ ചേച്ചിക്ക് കൊടുക്കുന്നു. രണ്ടാമത്തെ കൂട്ടി കല്യോളിച്ചിൻ്റെ സഹോദരൻ ജോലി കൈയടിച്ച് വാത്സല്യഭാചനമേ ജോർജച്ചന്റെ സ്വർഗപ്രവേശനത്തിന്റെ 41 നാളിൽ സമർപ്പിക്കുന്ന കൃതിയുടെ കുടുംബ സ്മൃതി താരം എഡിറ്റർ സിസ്റ്റർ സുദീപ CMC തൃശൂർ.
നമ്മുടെ ഈ ചടങ്ങ്